ഹായ്, ഐ എം ലക്ഷ്മി പ്രിയ, സൈക്കോളജിസ്റ്റ് ആണ്. നമ്മുടെ കുട്ടികൾ പഠനത്തിൽ പിന്നിലോട്ടാവാറുണ്ടോ? പേരൻസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനഃപൂർവ്വം ഒരു കുട്ടിയും പഠനത്തിൽ പിന്നിലാവാൻ വേണ്ടി ആഗ്രഹിക്കില്ല. അപ്പോൾ അതിന് ഒരുപാട് റീസൺസ് ഉണ്ടായിരിക്കാം. മേ ബി അവരുടെ ലേണിംഗ് സ്കിൽ അല്ലെങ്കിൽ IQ കുറവായതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ വീട്ടിലെ സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ കുട്ടിക്ക് പേരൻസിന്റെ അടുത്ത് നിന്ന് വേണ്ടത്ര ശ്രദ്ധ പഠനത്തിൽ ലഭിക്കാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് ലേണിംഗ് ഡിസബിലിറ്റീസ് അഥവാ പഠന വൈകല്യങ്ങൾ ഉള്ളതുകൊണ്ടായിരിക്കാം. പല പേരൻസും ഈ ഒരു അവസ്ഥയെക്കുറിച്ച് അവെയർ അല്ല. എന്താണ് ലേണിംഗ് ഡിസബിലിറ്റീസ്? നോർമൽ IQ, അതായത് ആവറേജ് അല്ലെങ്കിൽ എബോവ് ആവറേജ് IQ ഉള്ള ഒരു കുട്ടി പഠനത്തിൽ മാത്രം, അക്കാഡമിക്സിൽ മാത്രം പിന്നിലാവുന്നതാണ് ലേണിംഗ് ഡിസബിലിറ്റി. മേ ബി അവരുടെ റീഡിങ്ങിലുള്ള ബുദ്ധിമുട്ടായിരിക്കും. അവർക്ക് റീഡിങ്ങിൽ, സ്പെല്ലിങ്ങിൽ, അവർക്ക് അറിയുന്ന വേർഡ്സ്, അവർ എഴുതിയ വേർഡ്സ് വായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബുദ്ധിമുട്ടായിരിക്കാം, അല്ലെങ്കിൽ മാത്സിലുള്ള ബുദ്ധിമുട്ടായിരിക്കാം. ബേസിക് ആയിട്ടുള്ള നമ്പേഴ്സ്, കാൽക്കുലേഷൻസ് എല്ലാം മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിമുട്ടായിരിക്കാം. അല്ലെങ്കിൽ റൈറ്റിങ്ങിൽ അവർക്ക് റീഡ് ചെയ്യാൻ അറിയുന്ന വേർഡ്സ് ചിലപ്പോൾ റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അവരുടെ ആ ഒരു സ്പെല്ലിങ്ങിൽ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അവർക്ക് അവരുടെ മൈൻഡിലുള്ള ആ ഒരു തോട്ട്സ് അത് പേപ്പറിലേക്ക് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ടായിരിക്കാം. മേ ബി ലെറ്റേഴ്സ് തമ്മിൽ മാറിപ്പോയേക്കാം. B, D എന്നുള്ളതൊക്കെ സാധാരണമായിട്ട് മാറുന്നതായി കാണാറുണ്ട്. അപ്പോൾ കൂടുതലായിട്ടും പാരൻസ് വേണ്ടത്ര സപ്പോർട്ട് ഇവർക്ക് കൊടുക്കാത്തതായിട്ട് കാണാറുണ്ട്. കൂടുതലായിട്ടും പറഞ്ഞു കേട്ടിട്ടുള്ളത്, ബാക്കി എല്ലാ ഏരിയാസിലും നീ നന്നായി ചെയ്യുന്നുണ്ടല്ലോ, അക്കാഡമിക്സിൽ മാത്രം പുറകോട്ട് പോകുന്നത് അതിന്റെ മടി കാരണമല്ലേ എന്നൊക്കെയാണ് സാധാരണയായിട്ട് കേൾക്കാറുള്ളത്. ഇത് അവരുടെ കോൺഫിഡൻസിനെയും മോട്ടിവേഷനെയും സെൽഫ് എസ്റ്റീമിനെയും ഒക്കെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പാരൻസ് ശ്രദ്ധിക്കേണ്ടത്, അവർക്ക് വേണ്ടത്ര സപ്പോർട്ട് നമ്മൾ കൊടുക്കണം. അതേപോലെ തന്നെ ഏർലി ഇന്റർവെൻഷൻസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. ചെറിയ ഏജിൽ തന്നെ അവർക്ക് തെറാപ്പീസ് കിട്ടിക്കഴിഞ്ഞാൽ, മെയിൻലി റെമഡിയൽ ട്രെയിനിങ്, ബിഹേവിയർ തെറാപ്പി, അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായ മറ്റ് തെറാപ്പീസ് കിട്ടിക്കഴിഞ്ഞാൽ വലിയൊരു ചേഞ്ച് തന്നെ നമുക്ക് കുട്ടിയിൽ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും.